ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു പുതിന ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. സാധാരണ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കഴുകിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നാണ്. ഈ ഉഴുന്നൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നുള്ള് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം കുറച്ച് മതി, നമുക്ക് ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. ഞാൻ ജീരകവും കൂടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി ഇതുകൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് എരിവ് മതിയായതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് വാടി കഴിയുമ്പോഴേക്കും കഴുകി വാരി വെച്ചിരിക്കുന്ന പുതിനയില ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കുക. അതിന് ഇപ്പം ഞാനിവിടെ ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ഒരു കൈപ്പിടിക്കുള്ളത്. അപ്പോൾ ഈ പുതിനയിലയും കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടും. എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇലയൊക്കെ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാനായിട്ട് മാറ്റി വെക്കാം. ആറി കഴിയുമ്പോൾ നമ്മൾ തേങ്ങ കൂടി ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിന ചട്നിക്കായിട്ട് 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ, ചട്നിക്കായതുകൊണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാനായിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടത്തില്ല. ഇതിൻ്റെ ചട്നിയൊക്കെ ഇവിടെ അരച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അരയ്ക്കാനായിട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശെ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം ഒരുപാട് ലൂസായി പോയാലും നമുക്ക് ആ ചട്നി ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് കൊടുക്കണം. അപ്പോൾ കടുക് അതിനായിട്ട് വേറൊരു ചെറിയൊരു പാനൂടി ഞാൻ ചൂടാകാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂടത്തിൽ നമുക്ക് 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പുതിന ചട്നി ഇവിടെ റെഡിയായി കേട്ടോ. ഇത്രയേ ഉള്ളൂ. പുതിന ചട്നി ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനായിട്ടും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.